ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ രാവിലെ മുതൽ ഒരു ഉച്ചവരെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് എല്ലാവരും ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനൊരു 5:30 5:45 ആയപ്പോഴാണ് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ജിമ്മിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയത്. ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളും കോളേജൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മക്കൾക്കുള്ള ലഞ്ചിനുള്ള കാര്യങ്ങളും കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ കടല വേവിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയും പച്ചമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുട്ടിന് വേണ്ടിയിട്ടുള്ള പൊടി ഒന്ന് നനച്ച് അതും കൂടി വെക്കുകയാണ്. അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ കടലക്കറി വെക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും ചെറിയ കഷ്ണം കറുവാപ്പട്ടയും പിന്നെ കുറച്ച് പെരിഞ്ചീരയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ബീൻസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീൻസ് ഒന്ന് തോരൻ വെച്ചെടുക്കണം കേട്ടോ, മക്കൾക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ സൗണ്ടൊക്കെ ഒരുവിധം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു പഴയ ഒരു സൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ട് ഹസ്ബൻഡിനെ ആദ്യം കേൾപ്പിച്ചു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ധൈര്യമായിട്ട് വോയിസ് ഓവർ ചെയ്തു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ ഒരു ഇതിലാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്നാലും ചെറിയൊരു പതർച്ച പോലെയുണ്ട് ഇപ്പോഴും. അത് പതുക്കെ ശരിയാവും ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ സൗണ്ട് വരുമ്പോൾ, അതായത് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് സർജറിയെ പറ്റി പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോളോ അറ്റ്ലക്സ് അങ്കമാലിയിലാണ് കേട്ടോ ഞാൻ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ എൻഡോക്രൈനോളജിസ്റ്റ് സർജനിൽ ഫേമസ് ഡോക്ടറായ ഡോക്ടർ ഫെർണാൻഡാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വലിയ രീതിയിൽ തന്നെ മുഴ പുറത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടി വരുന്നത് കൊണ്ട് ആണ് ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പലരും പറഞ്ഞു കേട്ടോ, ഡോക്ടറിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. പലരും അവിടെ സർജറി ചെയ്തു നല്ല ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് അവിടെ തന്നെ പോയി കാണിച്ചത്. അപ്പോൾ തലേദിവസം തന്നെ സ്കാൻ ചെയ്തിട്ട് ആ സ്കാൻ റിപ്പോർട്ടുമായിട്ടാണ് പോയി കണ്ടത്. അപ്പോൾ ഡോക്ടർ സ്കാൻ റിപ്പോർട്ടും പിന്നെ എൻ്റെ ഇതും കണ്ടിട്ട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അതിനിപ്പോൾ ഇനിയും വലിപ്പം കൂടാനാണ് ചാൻസ്. അപ്പോൾ അത് വേറെ ഒരു ഇതിലേക്ക് പോകുന്നതിലും അതിന് മുമ്പ് തന്നെ റിമൂവ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ഒരാഴ്ച, അതായത് ഞങ്ങൾ മൺഡേ പോയി ഡോക്ടറെ കണ്ടു, ഫ്രൈഡേ അപ്പോയിൻമെൻറ്റ് തന്നു, അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡേ പോയി അഡ്മിറ്റായിട്ട് സാറ്റർഡേ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് ഒരു ദിവസം ICU തന്നെയാണ് കേട്ടോ കിടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പിറ്റേ ദിവസമാണ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കൾക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. മക്കളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ ലഞ്ചും കൂടെ ഒന്ന് പാക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞു. ആദ്യം ഒട്ടും സൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2-3 ആഴ്ചയൊക്കെ പിടിച്ചു കേട്ടോ, അത്യാവശ്യം ഒരു സൗണ്ട് ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കിതൊരു 5 കൊല്ലം മുൻപാണ് കേട്ടോ ഇതിൻ്റെ ചെറിയ ഒരു തടിപ്പോലെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല,
എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തൈറോയ്ഡ്, അതായത് TSH ആ സമയത്ത് എനിക്ക് നോർമലായി. പിന്നെ ഞാൻ തൈറോയിഡിൻ്റെ മെഡിസിനൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ കുറച്ച് വലുതായപ്പോൾ പിന്നെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം, ഇതിൻ്റെ ഇത് വലിപ്പം വെക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനൊരു 5 കൊല്ലമായിട്ട് ഒരു 6 മാസം കൂടുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഓരോ സ്കാൻ റിപ്പോർട്ട് കാണുമ്പോഴും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മുഴയുടെ വലുപ്പം എത്രത്തോളം വെച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു 5-6 കൊല്ലമായിട്ട് ഇതുപോലെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെയാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത് കേട്ടിട്ട് അങ്ങനെ പോയി കണ്ടത്. അപ്പോൾ എനിക്ക് എല്ലാവരോടും എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഇത് അധികം വലിപ്പം വെക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും നമ്മളത് ഡോക്ടറെ കാണിച്ച് റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എൻ്റെ സർജറി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡോക്ടർ പറഞ്ഞത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അതായത് ശരിക്കും ഇതൊരു സ്പോഞ്ച് പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു രീതി, മുഴയുടെ. പക്ഷേ എൻ്റെ ഒരു കല്ല് പോലെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഒരു 2-2.5 മണിക്കൂറാണ് ഡോക്ടർ നോർമൽ പറയുന്നത്. ചിലപ്പോൾ 3 മണിക്കൂർ എടുക്കും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ് തന്നെ. പക്ഷേ എൻ്റെ ഒരു 3.5 മണിക്കൂർ എടുത്താണ് എൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രയും ഡിഫിക്കൽട്ടായിരുന്നു. അധികം വലിപ്പം വെക്കുന്നതിന് മുൻപ് തന്നെ അത് റിമൂവ് ചെയ്ത് കളയുന്നതായിരിക്കും കേട്ടോ നല്ലത് എപ്പോഴും. അപ്പോൾ സർജറി കഴിഞ്ഞു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ തൈറോനോം ഗുളിക സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ലോങ് ലൈഫ് മെഡിസിൻ എടുക്കണം. ഇപ്പോൾ നമ്മുടെ മൊത്തത്തിലാണല്ലോ എടുത്ത് കളഞ്ഞിട്ടുള്ളത്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൾപ്പെടെയാണ് നമ്മൾ ഇത് റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ തൈറോനോം ഗുളിക എടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ സർജറിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ രാവിലത്തെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ അകത്തൊക്കെ ഒന്ന് ഒതുക്കി ഇട്ടു കേട്ടോ. ബെഡ്റൂമും ഹോളും ലിവിങ് റൂമും ഒക്കെ ഒന്ന് നീറ്റാക്കിയിട്ടതിന് ശേഷം വീണ്ടും ഞാൻ കിച്ചണിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് അതൊക്കെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്ക് പച്ചക്കായ മെഴുക്ക് വരട്ടുന്നുണ്ട്. പിന്നെ ചെമ്മീനും മുരിങ്ങക്കായും മാങ്ങയും കൂടി തേങ്ങ അരച്ച് വെക്കുന്നുണ്ട്. പിന്നെ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് മുളകിട്ട് വെക്കാനുണ്ട്. പിന്നെ ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും കൂടി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും പിന്നെ പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ, അത് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. റൗണ്ടിലുള്ളത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് മീഷോയിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഗ്ലേസിങ്ങും നല്ല ഫിനിഷിങ്ങോടും കൂടിയിട്ടുള്ള ഒരു കട്ടിംഗ് ബോർഡ് തന്നെയാണ് കേട്ടോ അത്. 130 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ മത്തി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളി അല്പം വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു 5-6 കഷ്ണം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, പിന്നെ 2 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളൂ. അതും കൂടി വഴറ്റിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 2-3 ഉലുവ പൊട്ടിച്ചിട്ട് അതിലേക്ക് അരച്ച് വെച്ച അത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കളറ് കിട്ടും. നമ്മൾ സാധാരണ മീൻകറി വെക്കുമ്പോൾ തന്നെ കുടപ്പുളിയൊക്കെ ഇട്ട് ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് കറി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. സാധാരണ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നതിലും നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള, എളുപ്പത്തിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മുരിങ്ങക്കായും മാങ്ങയും ചെമ്മീനും കൂടി വേവിക്കാൻ വെച്ച് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അരപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കുരും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ വേവിക്കാൻ വെക്കുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ കയ്യിൽ ചക്കക്കുരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ തേങ്ങയിലേക്ക് 2 കഷ്ണം ഉള്ളിയും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിന് ചൂടായ ശേഷം ഉള്ളിയിട്ട് മൂപ്പിച്ചിട്ട് താളിച്ചൊഴിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മീൻകറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മീനിൻ്റെ മുട്ടയുണ്ടല്ലോ പലഞ്ഞിൻ, അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് തന്നെ ഉള്ളിമുളകും
മൂപ്പിച്ചത് അതിലേക്ക് കായ വേവിക്കാൻ വെച്ചത് വെന്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കി വരുന്ന എണ്ണയിൽ ഇതേപോലെ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങൾ കഴുകാനുള്ള കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചീത്തയാവുന്ന പാത്രങ്ങൾ അപ്പോൾ കഴുകി വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അവസാനം കഴിയുമ്പോൾ ആ സമയത്തുള്ള പാത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിയുമ്പോൾ നമുക്കും അതൊരു ബുദ്ധിമുട്ടാവും. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പണികളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 11:30 11:45 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിയും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.